ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ, അതായത് S4 മെക്കാനിക്കലിൻ്റെ ഒരു കോർ പേപ്പറായിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതായത് എന്തുമാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 40 മാർക്സ് നമുക്ക് ജസ്റ്റ് സബ്ജക്റ്റ് ഒന്ന് പാസ്സാകാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മിനിമം പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് 5 മൊഡ്യൂൾസാണുള്ളത്. തെർമോഡൈനാമിക്സിൻ്റെ മൊഡ്യൂൾസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 മൊഡ്യൂൾസാണ് കമ്പാരിറ്റീവ്ലി ഈസി എന്ന് പറയുന്നത്. 4th and 5th എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചു പോയിട്ടുണ്ടാവും. 5th മൊഡ്യൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡെറിവേഷൻസ് ആണ്, അതുപോലെ തന്നെ ഗ്യാസ് മിക്സ്ചേഴ്സിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. സോ 5th മൊഡ്യൂൾ മേ ബി നിങ്ങൾക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഡെറിവേഷൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. ഇതിൽ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. കാരണം ഇതെന്താണ്, ഇത് ബേസിക്സ് ആണ് തെർമോഡൈനാമിക്സിൻ്റെ. ഇവിടുന്ന് 3 മാർക്കിന് ചോദിക്കാം. ഈ സിലബസിൻ്റെ ഏത് പാർട്ട് എടുത്താലും 3 മാർക്ക് ക്വസ്റ്റ്യൻ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോരോ ടോപ്പിക്കുകളാണ്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂ ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 40 കിട്ടുമായിരിക്കും, ചിലപ്പോൾ 40 തൊട്ട് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ തൊട്ട് മുകളിലായിരിക്കും. റിസ്ക് ഉണ്ട്. സോ ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്, കണ്ടിന്യൂ കോൺസെപ്റ്റ് ആണ്. എന്താണ് കണ്ടിന്യൂ? 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ദെൻ രണ്ടാമത് പഠിക്കേണ്ടത് എന്താണ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് സിസ്റ്റം. ഇത് 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിനോ എസ്സേയിൽ പാർട്ടായിട്ട് ചോദിക്കും, ടൈപ്സ് ഓഫ് സിസ്റ്റം. ദെൻ നിങ്ങൾക്ക് എന്താണ് പ്രോസസ്സ്, എന്താണ് സൈക്കിൾ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ. ജസ്റ്റ് 1 സെൻറ്റൻസ് ഉള്ളൂ, പഠിക്കാവുന്നേ ഉള്ളൂ. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്താണെന്ന് ചോദിക്കാം 3 മാർക്കിന്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്താണെന്ന് ചോദിക്കാം. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് ചോദിക്കാം. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കെമിക്കൽ ഇക്വിലിബ്രിയം, തെർമൽ ഇക്വിലിബ്രിയം ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അല്ലേ? സോ ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് പറയാൻ പറ്റും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഡെഫിനേഷൻ ചോദിക്കാം. ഓക്കെ. ദെൻ അത് വച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ വെച്ചിട്ടൊരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ടൈപ്സ് ഓഫ് തെർമോമീറ്റർ വെച്ചിട്ടുള്ളൊരു തിയറി ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരിക്കേണ്ടത്. കണ്ടിന്യൂ, അതുപോലെ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്താണ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചറിന്റെ പ്രോബ്ലം. ഓക്കെ. ഇത്രയാണ് ഒരു ബ്രോഡായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഈ മൊഡ്യൂൾ 2 നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ 2ന്റെ സിലബസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ക്രിസ്പ് ആൻഡ് ഷോർട്ടാണ്. ഓക്കെ. സോ മൊഡ്യൂൾ 2 നമുക്ക് തുടക്കത്തിൽ വർക്ക് ട്രാൻസ്ഫർ അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇവിടുത്തെ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഫ്രീ എക്സ്പാൻഷൻ, എന്തുകൊണ്ടാണ് ഫ്രീ എക്സ്പാൻഷൻ വർക്ക് 0 ആവുന്നത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു, എന്തുകൊണ്ടാണ് ഫ്രീ എക്സ്പാൻഷൻ വർക്ക് 0 ആകുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്, നെറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ചേഞ്ച് ഇൻ Q ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് P ഡെൽറ്റ V. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇതൊരു പ്രോസസ്സിന് അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. സോ ഫസ്റ്റ് ലോ നമുക്ക് ഒരു പ്രോസസ്സിന് അപ്ലൈ ചെയ്യാം, ഒരു സൈക്കിളിന് അപ്ലൈ ചെയ്യാം, അതിന് പല ഇക്വേഷൻസ് ഉണ്ട്. സോ ഈ ഫസ്റ്റ് ലോ പഠിച്ചോളണം. എന്താണ് ഫസ്റ്റ് ലോ, അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഫസ്റ്റ് ലോ അപ്ലൈ ടു എ ഫ്ലോ പ്രോസസ്. ഓക്കെ. ദെൻ നമുക്ക് സ്റ്റഡി ഫ്ലോ പ്രോസസ്. ഇവിടെ നിന്നൊരു പ്രോബ്ലം, ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇവിടെ നിന്നൊരു പ്രോബ്ലം മസ്റ്റ് ആണ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. അത് വെച്ചിട്ട് ഒരു നോസിലിൻ്റെയോ കംപ്രസറിൻ്റെയോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നോസിൽ കംപ്രസർ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നൊരു പ്രോബ്ലം നിർബന്ധമായിട്ട് ചോദിക്കും. നമ്മളൊരു കംപ്രസറിൻ്റെ ഒരു പ്രോബ്ലം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ. ഓക്കെ, സോ സെക്കൻഡ് മൊഡ്യൂളിൽ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് ലോ, അതുപോലെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ, അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ, ഇതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നൗ മൊഡ്യൂൾ തേർഡ് എടുത്തു കഴിഞ്ഞാൽ തേർഡ് മൊഡ്യൂളാണ് ഏറ്റവും വലിയ മൊഡ്യൂൾ കേട്ടോ, ഏറ്റവും കൂടുതൽ സൈസ് ഉള്ള മൊഡ്യൂൾ തേർഡ് മൊഡ്യൂളാണ്. സോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്നുള്ളതാണ് തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. സെക്കൻഡ് ലോക്ക് 2 ഡെഫിനിഷൻസ് ഉണ്ട് അല്ലേ, 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. സോ ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഹീറ്റ് പമ്പ് ആൻഡ് റെഫ്രിജറേറ്റർ. ഓക്കെ, ഹീറ്റ് എഞ്ചിനും ഹീറ്റ് പമ്പുമാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. റെഫ്രിജറേറ്ററിന്റെയും കൂടി കാര്യം ഉൾപ്പെടുത്തേണ്ടി വരും. ഇവിടെ നമുക്ക് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് COP = T higher - T lower / T higher എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടെമ്പറേച്ചർ ഡിഫറൻസ് ഹീറ്റ് എഞ്ചിന്റെയും ഹീറ്റ് പമ്പിന്റെയും, അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് നെറ്റ് വർക്ക് / ഹീറ്റ് സപ്ലൈഡ്, ഏതാണ് എന്ത് ഈ പറയുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹീറ്റ് എഞ്ചിന്റെ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇവിടുന്ന് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞ് ഇത് എന്താണ്, PPM2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. കാർനോട്ട് തിയറം ആൻഡ് ഇറ്റ്സ് കൊറോളറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാർനോട്ട് തിയറം. ഓക്കെ, ഇവിടുന്ന് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ക്ലോഷീസ് ഇനീക്വാളിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഓർമ്മ ചെയ്തിട്ടുണ്ട്. അതാണ് Q1/T, അതായത് Q/T പ്ലസ് Q1/T1 പ്ലസ് Q2/T2 പ്ലസ് Q3/T3 0 എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോബ്ലം നമ്മൾ പഠിച്ചു നോക്കണ്ടോ. സോ അതാണ് ഈ പറയുന്ന ക്ലോഷീസ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഓർമ്മ ചെയ്തിട്ടുണ്ട്, നോക്കുക, ചോദിക്കും. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻട്രോപ്പിയാണ്. പിന്നെ അങ്ങോട്ട് എൻട്രോപ്പിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എൻട്രോപ്പി എന്ന് പറയുന്ന ടോപ്പിക്ക് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി കേട്ടോ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. സോ 40 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രോപ്പിയുടെ കാര്യങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ദെൻ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ഈ അവൈലബിൾ എനർജി ആൻഡ് അവൈലബിലിറ്റി ആൻഡ് റിവേഴ്സിബിലിറ്റി, ഇവിടെ നിന്ന് ഒരു പ്രോബ്ലം ചോദിക്കും. ഇതിന് അവൈലബിൾ എനർജിക്ക് ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്, അവൈലബിലിറ്റിക്കൊക്കെ ഇക്വേഷനൊക്കെ ഉണ്ട്. സോ അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കും. ഇത് നമ്മൾ പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് നോക്കേണ്ടത്. നമ്മൾ മൊഡ്യൂള് മുമ്പോട്ട് പോകുന്നതും ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, അല്പം ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നൗ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസസ്, അതിനെ പറ്റിയുള്ള ഒരു മൊഡ്യൂളാണ്. സോ ഇവിടുന്ന് ഒരു 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രിപ്പിൾ പോയിന്റ് എന്താണ്, അതുപോലെ എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്, അതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ചോദിക്കാവുന്നത് ഈ പറയുന്ന ഡയഗ്രംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇവിടുന്നൊക്കെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. TV ഡയഗ്രം, PV ഡയഗ്രം, PT ഡയഗ്രം, ഇതൊക്കെ എന്താന്നുള്ള രീതിയിൽ ഇതിന്റെ കർവിന്റെ ഷേപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളാം. ഓക്കെ, ആ ഡോമൊക്കെ വരയ്ക്കാനൊക്കെ പഠിച്ചു വെച്ചോളാം. അവിടെ നിന്നൊക്കെ ഒരു തിയറി ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ട എന്താണ് TH ഡയഗ്രം, TS ഡയഗ്രം, HS ഡയഗ്രം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുന്ന് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു പ്രോബ്ലം വരുന്നത് ഈ പറയുന്ന സ്റ്റീം ടേബിൾ വെച്ചിട്ടുള്ള പ്രോബ്ലം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഏറ്റവും മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ പറയുന്ന സാധനമാണ്. എന്താണ് സ്റ്റീം ടേബിൾ വെച്ചിട്ടുള്ള പ്രോബ്ലം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം എന്തായാലും പഠിച്ചോളാം. ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കും. ഇതിൻ്റെയും ഒരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? നമുക്ക് ആക്ച്വലി നമ്മൾ ചെറിയ ക്ലാസ് പോലും പഠിക്കുന്നതാണ്, പക്ഷേ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ആൻഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷനിലേക്ക് എത്തുക എന്നുള്ള ഡെറിവേഷൻ, ചെറിയ ഡെറിവേഷൻ ആണ്. 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ അതിന്റെ മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, കോൺസ്റ്റന്റ് എന്താണ് മീൻ ചെയ്യുന്നത്, അതിന്റെ ലിമിറ്റേഷൻ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ടുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താണ് അല്ലേ. സോ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനി ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്, ഇതൊരു ലോ ആണ്. സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിച്ചോളുക. ഓക്കെ, കംപ്രസിബിലിറ്റി ചാർട്ട്, ഇവിടെ നിന്നൊക്കെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. കംപ്രസിബിൾ ചാർട്ട് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ.
സോ ഇതാണ് നമുക്ക് ഈ പറയുന്ന മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ പഠിക്കാനുള്ളത്. ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്, ട്രിപ്പിൾ പോയിന്റ് എന്താണ്, സ്റ്റീം ടേബിൾ വെച്ചുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ത്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. നൗ മൊഡ്യൂൾ 5 എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ 5 കുറേ ഡെറിവേഷൻസ് ഉണ്ട്, നമുക്ക് കുറേ ഡെറിവേഷൻസ്. സോ പറ്റുമെങ്കിൽ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാൻ നോക്കുക. എല്ലാം പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ പറയുന്നത് ഒരു 40 മാർക്സ് വാങ്ങിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അതായത് മാക്സിമം ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാൻ നോക്കുക. 1-2 ഡെറിവേഷൻസ്, ഒരു ഡെറിവേഷൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒരു പർട്ടിക്കുലർ ഡെറിവേഷൻ മാത്രമായിട്ട് പറയുന്നില്ല, കാരണം ഈക്വലി എല്ലാ ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടുന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രാവിമെട്രിക് ആൻഡ് വോളിമെട്രിക് അനാലിസിസിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കാം. നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എഴുതിയില്ലായിരുന്നു, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ കാർബൺ മോണോക്സൈഡ്, H2O എന്നിവയുടെ പെർസെൻറ്റേജ് തന്നിട്ട് കമ്പസ്റ്റിംഗ് പ്രൊഡക്ട്സിലുള്ള ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് തന്നിട്ട് ഓരോന്നിൻ്റെയും മോൾ ഫ്രാക്ഷൻ എത്രയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. നിർബന്ധമായിട്ടും പഠിച്ചോളണം. അമഗട്സ് ലോ ഓഫ് അഡിറ്റീവ് വോളിയംസ്. ഓക്കെ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 ലോസ് ആണ്. ഓക്കെ, ദെൻ ഗിബ്സ് ഡാൽട്ടൺസ് ലോ. ഇതൊക്കെ എന്താണ്, 3 മാർക്കിന് ചോദിക്കാം. ഈ 3 എണ്ണത്തിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഗ്യാസ് മിക്സ്ചറിന്റെ ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻസ് ആണ്. റിലേഷൻസ് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക ഈ പറയുന്ന മാക്സ്വെൽ റിലേഷൻ ആണ്. ഓക്കെ, ദെൻ TDS ഇക്വേഷൻസ്, 2 TDS ഇക്വേഷൻ ആണ് അതിൻ്റെ. അതുപോലെ ക്ലാപ്രോൺസ് ഇക്വേഷൻ. ഓക്കെ, ദെൻ ഇക്വേഷൻസ് ഫോർ ഇന്റേണൽ എനർജി, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി. ഇതിൽ നമ്മൾ എൻതാൽപ്പിയുടെ ഡെറിവേഷൻ ആണ് ചെയ്തത്. സോറി, ഇന്റേണൽ എനർജിയുടെ ഡെറിവേഷൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഇക്വേഷൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാക്സ്വെൽ റിലേഷൻസും TDS ഇക്വേഷനും ക്ലാപ്രോൺ ഇക്വേഷനും കൂടി അതിൻ്റെ അത്രയും സാധനത്തിൻ്റെ ഡെറിവേഷൻസ് പഠിച്ചിട്ട് പോവുക കേട്ടോ. ദെൻ ഈ പറയുന്ന 3 സാധനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഇതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് എന്ത്, ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, നിർബന്ധമായിട്ട് പഠിക്കണം. സോ 5th മൊഡ്യൂളിനെ പറ്റിയൊരു ഐഡിയ ഇതാണ്. സോ ഞാൻ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ 5th മൊഡ്യൂളിൽ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഈ പറയുന്ന 3 റിലേഷൻസ് പഠിക്കുക, ഈ പറയുന്ന 2 ലോസ് പഠിക്കുക. ഓക്കെ, ഈ 3 ലോസ് പഠിക്കുക. 5th മൊഡ്യൂൾ കഴിഞ്ഞു. ദെൻ നമ്മുടെ 4th മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ട്രിപ്പിൾ പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് പഠിക്കുക, സ്റ്റീം ടേബിൾ വെച്ചിട്ടുള്ള പ്രോബ്ലം പഠിക്കുക, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണെന്ന് പഠിക്കുക, ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എന്താണെന്ന് പഠിക്കുക. ദെൻ 3rd മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഹീറ്റ് പമ്പ്, ഇതിൻ്റെ ആ റിലേഷൻസ് പഠിക്കുക, എഫിഷ്യൻസിൻ്റെ റിലേഷൻസ് പഠിക്കുക. ദെൻ നമുക്ക് ഇന്ന് ഒരു കറക്റ്റായിട്ട് പറയാനുള്ളത് കാർനോട്ട് തിയറി എന്താണെന്ന് ചോദിക്കാം, 3rd ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റേ ചോദിക്കുള്ളൂ. അതുപോലെ അവൈലബിലിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, എൻട്രോപ്പിയാണ് പിന്നെ വേറെ വരുന്ന കാര്യം. 2nd മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫസ്റ്റ് ലോയുടെ ഒരു പ്രോബ്ലം ചോദിക്കാം. അതുപോലെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കാം. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ എക്സ്പാൻഷൻ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൊഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ 0th ലോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ മെഷർമെൻറ്റിൻ്റെ പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്താണെന്ന് ചോദിക്കാം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കണ്ടിന്യൂ എന്താണെന്ന് ചോദിക്കാം. സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്, പ്രോസസ് എന്താണ്, സൈക്കിൾ എന്താണെന്നുള്ളതൊക്കെ. സ്റ്റേറ്റ് ഫംഗ്ഷനും കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് ആർ പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമോഡൈനാമിക്സിന് ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് 5 മൊഡ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ. താങ്ക് യു.